Hello friends, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചപ്പയർ ഉപ്പേരിയാണ് ട്ടോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ പച്ചപ്പയർ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് ഈ പച്ചപ്പയർ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് വെക്കാം. മഞ്ഞൾപ്പൊടി കുറച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതിന് കണക്കൊന്നുമില്ല. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇതിൽ വല്ല വിഷാംശം ഉണ്ടെങ്കിൽ പോകാനാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുള്ള വെള്ളം കളഞ്ഞിട്ട് ഈ പച്ചപ്പയർ നല്ലപോലെ പച്ചവെള്ളത്തിൽ ഇട്ടിട്ട് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പച്ചപ്പയർ ഇവിടെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ പയറുപ്പേരി വെക്കാനായിട്ട് ആദ്യം നമുക്ക് ഉള്ളിയും മുളകും മൂപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉണ്ടയാണ് കേട്ടോ. അത് തൊലി കളഞ്ഞ് ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 7 ചുവന്നുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പയറുപ്പേരി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ പയറുപ്പേരി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഇറക്കി കൊടുക്കാം. ഇതിന് ചെറുതായിട്ടൊന്ന് മൂക്കണം വരെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇതിൽ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇനി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കുത്തി പൊടിച്ച മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് പയറിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചപ്പയർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. നമ്മൾ കഴുകി വെച്ചാൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ. ആ ഒരു ചെറിയൊരു നനവ് മാത്രം മതി കേട്ടോ. ഇനി നല്ല പോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ കണ്ട നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇനി ഇളക്കി കൊടുക്കാൻ വേണ്ട. വെള്ളം അങ്ങനെ ഊറി വരുന്നത് പയറിന്ന്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കണ്ട എന്ന് പറയുന്നത്. ഇതുപോലെ പയറിന് വെള്ളം വരും. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ ഉള്ള വെള്ളം ഒന്ന് നല്ലപോലെ വറ്റി വരും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഈ ടൈമിൽ ഉപ്പ് നോക്കി നോക്കാം കേട്ടോ, പാകമാണോ എന്ന്. അപ്പം ഞാനിട്ടിട്ടുള്ള ഉപ്പിൻ്റെ അളവ് കറക്റ്റാണ്. ഇനി ഈ ടൈമിൽ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചപ്പയർ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.